അസ്സലാമലൈക്കും. ഇന്ന് നല്ലോണം മഴയുള്ള ഒരു ദിവസം കേട്ടോ. രാവിലെ തന്നെ നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇരുട്ടായിട്ടുള്ള മഴയായിരുന്നു. നല്ല കണ്ടിരിക്കാൻ നല്ല രസമല്ല മഴ. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല മഴയുള്ള ദിവസം. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് മഴ പെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളല്ലേ. ഇന്ന് മഴ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ കണ്ടിരുന്ന് എല്ലാ പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും നല്ല മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇതേപോലെ തന്നെയാണ്. ഒറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ, നമ്മൾ അലക്കിയിട്ടാലൊന്നും ഉണങ്ങി കിട്ടില്ല. അപ്പോൾ ഞാൻ മഴ ഒന്ന് കുറഞ്ഞ സമയം നോക്കിയിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് ഒക്കെ ഒരു മത്തൻ്റെ വള്ളി ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്തെ വീട്ടുകാരെ പറമ്പിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നമ്മളോട് മത്തൻ്റെ ഇല എടുക്കാൻ പറഞ്ഞപ്പം ഞാനത് പൊട്ടിക്കുകയാണ്. മത്തൻ്റെ ഇല തോരനുണ്ടാക്കാം, പിന്നെ വേറെയും ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ തോരൻ ഉണ്ടാക്കാനുള്ള മത്തൻ്റെ ഇല നുള്ളിയതാണ് കേട്ടോ. ഒരുപാട് കിട്ടിയിട്ടുണ്ട്, ഒരു കവർ നിറയെ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ബാക്കിയുള്ളത് എടുത്തിട്ട് അതിന്മേലൊരു വേര് പോലെ എന്താ നാര അങ്ങനെ എന്താ പറയുക, അത് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് പിച്ചെടുക്കട്ടോ. ഇലമ്മേൽ അതിലെങ്ങനെ പിച്ചെടുത്തിട്ട് അതിൻ്റെ ആ വേര് മാത്രം ഒരു നാരെന്ന് എന്താ പറയും, നിങ്ങളെന്താ പറയുന്നത് എനിക്കറിയില്ല, അതെടുത്തിട്ട് മാറ്റുക. എന്നിട്ട് നമുക്കത് ചെറുതായിട്ട് പയറിൻ്റെ ഇലയൊക്കെ അരിഞ്ഞെടുക്കണ മാതിരി ചെറിയ തോതിൽ ഇങ്ങനെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കട്ടോ. അതിങ്ങനെ എടുക്കാൻ തന്നെ നല്ല സുഖം. പെട്ടെന്ന് നമുക്ക് ആ നാര് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമുക്കതൊന്ന് ചെറിയ കനം കുറഞ്ഞിട്ട് പയറിൻ്റെ ഇല അരിയണ രൂപത്തിലേക്ക് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കാണുന്ന ഈ പച്ചമുളക് ഉണ്ടല്ലോ, ഇതിവിടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനും. ഞാൻ ആദ്യം കരുതിയത് അങ്ങാടിയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുളകാണെന്നാണ്. പക്ഷെ അത്ര തന്നെ നീളമില്ലാതെ ഒരു ഉരുണ്ടിട്ടുള്ള മുളകാണ്. അപ്പം ഇവിടെ ഉണ്ടായത് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മുളക് നുള്ളിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ മത്തൻ്റെ ഇല ഒന്ന് നന്നായി കഴുകിയിട്ട് വെള്ളം വാർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള ചമ്മന്തി തയ്യാറാക്കണം, അതായത് ചെറിയൊരു അരപ്പ്. അപ്പോൾ അതിന് വേണ്ടി ഒരു അരമുറി തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒരു മുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിലിട്ടിട്ട് അത് നല്ലോണം ഒന്നും അരയണ്ട, ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കൊന്ന് മിക്സാക്കിയിട്ട് മിക്സീൻ്റെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ഇതൊന്നാകെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം വെക്കാൻ. കുറച്ച് ടൈം ഒന്ന് വേവിക്കുക. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അധിക സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ഈസി ആയിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിന് മുന്നേ തന്നെ ഞാൻ നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, ഓർക്കാപ്പുളിയില്ല, അമ്പായങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്പായങ്ങ ഇട്ടിട്ട് ഞാൻ ചെമ്മീൻ കറിയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തോരൻ ഇതാ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ അതിൽ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വെന്ത ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആവും. അപ്പം നമ്മൾ ചോറ് കഴിക്കാൻ പോകണം. നല്ല അമ്പായം കെട്ട ചെമ്മീൻ കറിയാണ്, അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രമിച്ച് നോക്കുക. ചെമ്മീൻ കറിയിൽ അമ്പായം കെട്ട നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മത്തൻ്റെ ഇലയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ.